ഭാഗം 7 പത്മപ്രിയ. അമ്പലത്തിലെത്തിയപ്പോൾ മിത്രൻ തിരുമേനിയുണ്ട്. രണ്ടാളെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആളുടെ മുഖത്തിത്തിരി തെളിച്ചം കൂടിയോ എന്ന് ദേവുവിന് സംശയമായി. ആ ദേവു, ഇന്നലെ എത്തിയല്ലേ? ഓ തിരുമേനി. സുഖമായിരിക്കുന്നുവല്ലോ? സുഖം. കാർത്തി, നിനക്കിന്ന് പോകണ്ടേ? പോണം മിത്ര. ഇവള് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അമ്പലത്തിലൊന്ന് പോരാമെന്ന് കരുതി. നല്ലത് തന്നെ, എങ്കിൽ തൊഴുതോളൂ. രണ്ടാളും ശ്രീകോവിലിലേക്ക് തൊഴാനായി കയറി. ഭഗവാന്റെ മുന്നിൽ കണ്ണുകൾ അടച്ച് ഒരേ നിമിഷം ഇരുവരും പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു: തങ്ങളെ രണ്ടാളെയും ഒരിക്കലും വേർപിരിക്കരുതേ എന്ന്. തൊഴുതു പ്രസാദം മേടിച്ചിറങ്ങിയപ്പോൾ കാർത്തിയെപ്പോലെ തന്നെ ദേവൂട്ടിക്കും ഒരാശ്വാസമാണ് തോന്നിയത്. ഈശ്വരൻ കൈവടിയില്ല എന്നൊരു പ്രതീക്ഷ. ആ വിശ്വാസത്തോടെ ഇരുവരും മിത്രനോട് യാത്ര പറഞ്ഞിറങ്ങി. തിരികെ വരുമ്പോൾ കാർത്തി അല്പം വേഗത്തിലാണ് നടന്നത്. സമയം പോയോ കാർത്തിയേട്ടാ? ലേശം വൈകി. കഷ്ടമായില്ലോ. ഏയ്, അതൊന്നും സാരമില്ല. ഇനി ചെന്നിട്ട് കാപ്പി കുടിച്ച് നേരെ പോയാൽ മതി. നീ വൈകുന്നേരം വരുവോ? നോക്കട്ടെ, അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. ആ, എക്സാം ആണ് വരുന്നേ. എന്തെങ്കിലുമൊക്കെ പഠിക്കുക കേട്ടോ. ഞാൻ പഠിക്കുന്നുണ്ട് കാർത്തിയേട്ടാ. ഇനി ഏട്ടനും കൂടി തുടങ്ങിക്കോ. അമ്മയ്ക്കാണേൽ വാ തുറന്നാൽ ഇതേ ഉള്ളൂ. പറയണത് കുറ്റോ? നീ പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കാനല്ലേ അമ്മ എപ്പോഴും വായിട്ടലയ്ക്കുന്നത്. ആ ശരി ശരി. എന്നാൽ പറ്റുമെങ്കിൽ വൈകുന്നേരം വാ കേട്ടോ. അവൻ ദേവൂട്ടിയോട് യാത്ര പറഞ്ഞു വീട്ടിലേക്കുള്ള വഴിയെ അല്പം വേഗത്തിൽ നടന്നുപോയി. ഉമ്മറത്തെ ചാരുകസേരയിൽ അച്ഛൻ ഇരിപ്പുണ്ട്. പത്രം വായനയാണ്. അച്ചമ്മയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് രാമായണം ചൊല്ലുന്നുണ്ട്. പൂജാമുറിയിൽ നിന്നും അച്ചമ്മയുടെ വായന കേൾക്കാം. അവൻ കോവണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ഡ്രസ്സ് മാറി വേഗത്തിൽ ഇറങ്ങി വന്നു. അപ്പോഴേക്കും അമ്മ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പുട്ടും കടലയുമായിരുന്നു അന്ന് കഴിക്കുവാനുള്ളത്. അവൻ അല്പം പുട്ടെടുത്ത് പൊടിച്ച് അതിന്മേൽ കടലക്കറി ഒഴിച്ചു. എന്നിട്ട് വേഗം കഴിക്കുവാൻ തുടങ്ങി. മീനൂട്ടി, നീ റെഡിയായോ? സീത അടുക്കളയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അപ്പോഴേക്കും അവൾ തൻ്റെ ബാഗ് എടുത്ത് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഞാനൊരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിച്ചേട്ടാ. അതുമാത്രം കഴിച്ചാൽ വിശപ്പ് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ തൻ്റെ പാത്രത്തിൽ നിന്നും കുറച്ച് പുട്ടെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. കെട്ടിക്കാറായ പെണ്ണാ, ഇപ്പോഴും വാരിയാണോ ഊട്ടുന്നത്? സീത മകൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വഴക്കു പറഞ്ഞു. പക്ഷേ അവനതൊന്നും കാര്യമായി എടുത്തില്ല. ഈ അമ്മയ്ക്ക് ഇപ്പോഴും അസൂയാണ് എൻ്റെ കാർത്തിയേട്ടനും ഞാനും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട്. അല്ലേ അച്ചമ്മേ? പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്ന അച്ചമ്മയെ നോക്കി മീനൂട്ടി ചോദിച്ചു. പറഞ്ഞിട്ടൊരു കാര്യമില്ല എൻ്റെ മീനൂട്ടി. സീത കൊടുത്ത ചായയും മേടിച്ച് അവരും ഒരു കസേരയിൽ പോയി ഇരുപ്പുറപ്പിച്ചു. ഞായറാഴ്ച എപ്പോഴാണ് സീതെ ഇവിടെ നിന്നും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്നത്? അതമ്മേ, രാമേട്ടൻ പറഞ്ഞത് 9:30 കഴിയുമ്പോൾ ഇറങ്ങാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്താം. എല്ലാവരെയും വിളിച്ചു പറഞ്ഞല്ലോ അല്ലേ? ഊവമ്മേ. അതിനാരെവിടേക്ക് പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? കൈ കഴുകി വന്ന കാർത്തി അച്ചമ്മയെ നോക്കി ചോദിച്ചു. നീ പോയി കണ്ട പെൺകുട്ടിയെ ഞങ്ങൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ പോയി കാണുന്ന കാര്യം അച്ഛൻ നിന്നോട് പറഞ്ഞില്ലേ? ആ കാര്യമാണ് ഞാനും സീതയും തമ്മിൽ പറഞ്ഞേ. അച്ചമ്മ അവനുള്ള മറുപടിയും കൊടുത്തു. എന്തിനാ പെണ്ണിനെ കാണാൻ പോകുന്നേ? നിങ്ങൾക്കാർക്കും വേറെ ജോലിയൊന്നുമില്ലേ? അവൻ്റെ ശബ്ദം അല്പം ഉയർന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. നിങ്ങളുടെ വിവാഹവും ഉറപ്പിക്കും. അച്ഛൻ എഴുന്നേറ്റകത്തേക്ക് വന്നു. എൻ്റെ വിവാഹം അത് ദേവൂട്ടിയുമായിട്ടാണ്, അല്ലാതെ വേറെ ആരെയും ഞാൻ താലി ചാർത്തില്ല. കാർത്തി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല അല്ലേ കാർത്തി? ഈ ഒരു കാര്യത്തിൽ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാർത്തി, സീത അവൻ്റെ നേർ കോടി വന്നു. നീ ഇതാരോടാണ് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? എന്ത് വിവരക്കേടാ കാർത്തി? എന്തടാ? അമ്മേ,
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിവരക്കേട് അമ്മയൊന്ന് പറഞ്ഞു തരൂ. എന്നിട്ടാവാം ബാക്കി. സീതേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? രാമേട്ടാ, ഞാൻ അവരുടെ വാക്കുകൾ മുറിഞ്ഞു. അച്ഛാ, ഇതേവരെ ഞാൻ ആരോടും എതിർത്ത് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും ബഹുമാനിച്ചും ആദരിച്ചും ഒക്കെയാണ് വളർന്നു വന്നേ. അച്ഛനും അമ്മയും പറയുന്നത് ഇന്നോളം അനുസരിച്ച് മാത്രമാണ് എൻ്റെ ശീലം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, എൻ്റെ വിവാഹകാര്യത്തിൽ എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ദേവൂട്ടിയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് ഇനി ഒരിക്കലും ഒരു മാറ്റവും വരില്ല. അതും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ചാവിയെടുത്ത് അവൻ വേഗത്തിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. സീത ഒന്നും മിണ്ടാതെ തരിച്ചു നിൽക്കുകയാണ് ചെയ്തേ. മീനൂട്ടി, നീ വേഗം ചെല്ലാൻ നോക്ക്, അവനില്ലെങ്കിൽ പോയിക്കളയും, അച്ചമ്മ മീനൂട്ടിയെ വിളിച്ചു പറഞ്ഞു. അവൾ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഓടി. അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ നീ? എന്തിനാണിനി എല്ലാവരെയും കൂട്ടി ഞായറാഴ്ച കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് നമ്മുടെ ദേവൂട്ടിയാണ് മോനെ. ഞാൻ അവൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ തീരുമാനം ഇവിടെ നടക്കും. ആ കുട്ടിയെ തന്നെ കാർത്തി വിവാഹം കഴിക്കുകയും ചെയ്യും. അതിന് യാതൊരു മാറ്റവും വരില്ലമ്മേ. രാമേട്ടാ, രണ്ടാളും ഇങ്ങനെ വാശിയായാൽ പിന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയിൽ കിടന്ന് നീറണത് ഞങ്ങളാണ്. അയാൾ സീതയെ ഒന്ന് നോക്കി, എന്നിട്ടൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. മോളെ, ചെന്ന് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ 2 പെൺകുട്ടികളുടെ കണ്ണീര് ഈ തറവാട്ടിൽ വീഴും. ഇവിടെയും ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്. അവൾക്ക് നാളെ ഇതുകൊണ്ട് ഒരു ദോഷവും വരരുത്. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. രാമേട്ടാ, ജനാലക്കമ്പിയിൽ പിടിച്ച് വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് സീത നടന്നു ചെന്നു. എന്താ ആലോചിക്കുന്നേ? ഓ, ഒന്നുമില്ല ഏട്ടാ. അവൾ അയാളുടെ തോളിൽ പിടിച്ചു. എന്തേ? അമ്മ ഇപ്പം പറയുക, 2 പാവം പെൺകുട്ടികളുടെ കണ്ണീര് ഈ കുടുംബത്തിൽ വീഴ്ത്തരുതെന്ന്. ഇതൊക്കെ നമ്മുടെ മീനൂട്ടിക്ക് വന്ന് ഭവിക്കരുതെന്ന്. ഒന്നുകൂടെ ആലോചിച്ചു പോരെ കാര്യങ്ങൾ? അവളുടെ ശബ്ദം തേങ്ങി. സീതേ, നീ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ദേവൂട്ടി നമുക്ക് വേണ്ട. അത് ശരിയാകില്ല. സമ്മതിച്ചു, ഏട്ടൻ പറയുന്ന ഒക്കെ സമ്മതിച്ചു. പക്ഷേ അതിനൊരു കാരണം വേണ്ടേ? അതെന്താണ്? ഏട്ടൻ ഒന്ന് പറയൂ. അതറിഞ്ഞാൽ പിന്നെ ഞാൻ ഏട്ടനോടൊന്നും ചോദിക്കില്ല. ഞാൻ പറയാം, ഒക്കെ പറയാം. പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണം. അതെന്തേ? എന്ത് രഹസ്യമാണേലും അതിനൊരു കാരണം വേണ്ടേ? ആ കാരണം എന്നോട് പറഞ്ഞുകൂടെ? അതോ അത്രയ്ക്ക് അന്യായോ ഞാൻ? നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ തൻ്റെ ഭർത്താവിനെ നോക്കി. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അയാൾ ഭാര്യയുടെ മിഴികളോ. ഒക്കെ ഞാൻ പറയാം. എന്തായാലും ഞായറാഴ്ച കഴിയട്ടെ. മറ്റന്നാൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞ് എല്ലാം ഞാൻ പറയാം. അതുവരെ കാത്തിരുന്നാൽ മതി. ഒടുവിൽ സീത അത് സമ്മതിച്ചു. പുറത്താരോ വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചപ്പോൾ സീത വെളിയിലേക്ക് ഇറങ്ങി വന്നു. സീതയെടുത്ത് ഈ മോര് വേണോ? അടുത്ത വീട്ടിലെ അംബികയാണ്. ആ അംബികയെ കയറി വായോ. അവർ കയ്യിലിരുന്ന തൂക്കുമൊന്ത സീതയ്ക്ക് നേരെ നീട്ടി. ഇവിടെ പ്രസവത്തീയതിയൊക്കെ അടുത്തു വരുന്നുണ്ട്. സീത തൊഴുത്തിലേക്ക് നോക്കി പറഞ്ഞു. ഈ വാവ് കഴിഞ്ഞ് കാണും അല്ലേ ചേച്ചി? അമ്മയും പറഞ്ഞു. അവർ കൊടുത്ത തൂക്കുമൊന്തയിൽ നിന്നും മോര് വേറൊരു പാത്രത്തിലേക്ക് പകർന്നു വെച്ചിട്ട് സീത അംബികയുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ അംബികയെ, നീ വെറുതെ ഇറങ്ങിയതാ? അമ്മയാണ്. അല്ലമ്മേ, ലേശം മോര് കൊടുക്കാൻ വന്നേ. കയറി വരിക. എന്താ അവിടെ നിന്നേ? പോയിട്ട് ധൃതിയുണ്ടമ്മേ, പിന്നെ വരാം. അംബിക വേഗം അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാനായി സീത അടുക്കളയിലേക്ക് നടന്നു. എന്തായാലും രാമേട്ടൻ എന്തൊക്കെയോ തങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. അത് സീതയ്ക്ക് ഉറപ്പായിരുന്നു. പ്രഭയും ദേവുവും കൂടി തെങ്ങിൻ മടലുകളെല്ലാം പൊട്ടിച്ചിടുകയാണ്. കയ്യിൽ നാര് തടയല്ലേ മോളെ, സൂക്ഷിച്ചു വേണം കേട്ടോ. അവിടേക്ക് കയറി വന്ന ദേവൻ പറഞ്ഞു. ആ, അച്ഛനിത് എവിടെ പോയതാണ്? കരുണം ബ്രോക്കർ വിളിച്ചിട്ട് പോയതാ മോളെ. പുതിയ ആലോചന എന്തേലും ഏട്ടൻ ഒത്തു വന്നോ? അവൾ അച്ഛൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. ഒരു നല്ല കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു. നടന്നാൽ യോഗം. ഉവ്വോ, എവിടെയുള്ളതാണ് ദേവേട്ട?
പ്രഭയും അവർക്കരികിലേക്ക് വന്നു. നീ അറിയും, നടുവിലേടത്തെ സോമൻ തമ്പിയുടെ മോൾ. മേഘേച്ചിയോ? ദീപു ആശ്ചര്യത്തോടെ അച്ഛനെ നോക്കി. നീ അറിയുംല്ലേ? പിന്നെ ആ ചേച്ചിയെ അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അവർക്ക് സമ്മതമാണോ ദേവേട്ട? അതെ. ഇന്ന് ഉച്ച തിരിഞ്ഞ് പെൺകുട്ടിയെ കാണാൻ ചെല്ലാൻ പറഞ്ഞവർ. ഇന്നോ? പ്രഭ അയാളെ നോക്കി. ആ കുട്ടി വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണത്രേ. ഇന്നെന്തോ അവധിയാണെന്ന്. ആ ചേച്ചിക്ക് ജോലി കിട്ടിയോ അച്ഛാ? ഉവ്വ് മോളെ, 2 മാസമായെന്ന്. ഈശ്വര, നടന്നാൽ മതിയായിരുന്നു ഇല്ലേ അമ്മേ? ദൈവഹിതം പോലെ നടക്കട്ടെ മോളെ. പ്രഭേ, നീ ഇത്തിരി സംഹാരം എടുക്ക്. വല്ലാത്ത പരവേശം. ദേവൻ ഉമ്മറത്തേക്ക് കയറി. ദാ വരുന്നു, ഞാൻ ഈ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. പ്രഭ പൈപ്പിൻ്റെ ചോട്ടിലേക്ക് നടന്നുപോയി.